അങ്ങനെ രേവതി സുഖമില്ലാതെ കിടക്കുമ്പോൾ തന്നെ തീർത്ഥാടനമെന്ന് പറഞ്ഞ് കറങ്ങാൻ പോയ ചന്ദ്രയ്ക്ക് നല്ല 8ന്റെ പണി കൊടുക്കാൻ തന്നെ നമ്മുടെ അച്ചമ്മ തീരുമാനിച്ചുറപ്പിച്ചു. തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഞാൻ പണി കൊടുക്കും, രേവതിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ചന്ദ്ര തന്നെയായിരിക്കും എന്ന് അച്ചമ്മ രവിയോട് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. രവിക്ക് പക്ഷെ അത് വിശ്വാസമില്ലായിരുന്നു. കാരണം വീട്ടുകാര്യങ്ങൾ പോലും നോക്കാത്ത ചന്ദ്ര രേവതിയെ നോക്കില്ലെന്ന് രവിക്കറിയാം. അവളെക്കുറിച്ച് കേൾക്കുന്നത് പോലും ചന്ദ്രയ്ക്ക് ദേഷ്യമാണ്. അപ്പൊ അച്ചമ്മ പറയുന്നുണ്ട്, അതിനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. രേവതിക്ക് പണം ഇല്ലാത്തത് കൊണ്ടല്ലേ അവൾ അവഗണിക്കുന്നത്. രവിയും അത് ശരിവെച്ചുകൊണ്ട് പറയാണ്, അതെ അമ്മേ, പണമില്ലാത്തതിന്റെ കുറവാണ്. ശ്രുതിയുടെ വിവാഹം മുടങ്ങിയതുകൊണ്ടാണ് സച്ചിക്ക് രേവതിയെ വിവാഹം കഴിക്കേണ്ടി വന്നത്. രേവതി സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്തിട്ടും ചന്ദ്രയ്ക്ക് മാറ്റമില്ല. കോടികളുടെ സ്വത്തുള്ള ശ്രുതിയെയും വർഷയും അവൾക്ക് പക്ഷെ വലിയ ഇഷ്ടമാണ്. പണവും സ്വർണവും കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കുന്നവളാണ് ചന്ദ്ര. അതേസമയം അച്ചമ്മ രവിയോട് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, അവള് നിന്റെ ഭാര്യ തന്നെയല്ലേടാ കിഴങ്ങ. രവി വിഷമത്തോടെ പറയുന്നുണ്ട്, അമ്മേ, ഞങ്ങളുടെ വിവാഹം കഴിച്ചിട്ട് ശരിയാണ് വർഷങ്ങളായി, എന്നിട്ടും ചന്ദ്രയെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ. നമ്മളെല്ലാം ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അവൾ ഒഴുക്കിനൊപ്പം പോവുകയാണ്. ഇപ്പോൾ 3 മക്കളും കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഈ വയസ്സാം കാലത്ത് അവളെ നന്നാക്കാൻ ഞാൻ ഇനി മെനക്കെടുന്നൊന്നുമില്ല. അവൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ അച്ചമ്മ രവിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. എടാ, ഇതൊക്കെ നിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് തന്നെയാ. നീ അവളുടെ ഓരോ കാര്യത്തിനും വളം വെച്ച് കൊടുത്തല്ലേ അവളെ ഇങ്ങനെയാക്കി തീർത്തത്. നീ സച്ചിയുടെ കാര്യം തന്നെ ആലോചിക്കും. അവനെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് എന്റെ കൂടെ നാട്ടിൽ കൊണ്ടു നിർത്തിയപ്പോ നീയും അതിന് സമ്മതിച്ചില്ലേ? എന്നാൽ പഴയ കാര്യങ്ങളൊക്കെ ഇനി എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്ന രവിയോട് അച്ചമ്മ തുടർന്ന് പറയുന്നുണ്ട്, പറയണം. കാരണം സച്ചി എന്റെ കൂടെ നിന്നതുകൊണ്ടാണ് അവൻ മര്യാദക്കാരനായി വളർന്നത്. കള്ളത്തരമോ കുതന്ത്രമോ അവൻ അറിയില്ല. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ നിരാശ കൊണ്ടാണ് അവന് എടുത്തിയാട്ടവും തർക്കുത്തരവും ഒക്കെ ഉണ്ടായത്. അനീതി കണ്ടാൽ എതിർക്കുന്ന സ്വഭാവം ഞാനാണ് അവന് നൽകിയത്. പക്ഷെ അവൻ എന്നോട് ഒരിക്കലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. എന്റെ വാക്കുകൾ അനുസരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ചന്ദ്രമതി സച്ചി അവഗണിക്കുകയാണ്. ശ്രുതിയും അവനെ തന്നെ കുറ്റപ്പെടുത്തുന്നു. ഇതിനെല്ലാം കാരണം നീയാണ് രവി. നിനക്ക് സച്ചി നിന്റെ മോനല്ലേ എന്ന് വാ തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന രവിയാകട്ടെ, പഴങ്കഥകൾ ഇനി പറയണ്ട അമ്മേ, അമ്മ വന്നത് രേവതിയെ നോക്കാനല്ലേ, ആ ജോലി മാത്രം ചെയ്താൽ മതി. എന്നാൽ അച്ചമ്മ ഉടനെ പ്രതികരിച്ചു, ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതൊന്നുമല്ല. നിന്റെ 2 മരുമക്കളുണ്ടല്ലോ ഇവിടെ, അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുക എന്നാണ് എന്റെ പരിപാടി. എന്നാൽ അതൊക്കെ നടക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് രവി സംശയം പ്രകടിപ്പിച്ചപ്പോൾ, അടുത്ത ദിവസങ്ങളിൽ നീ തന്നെ അത് കണ്ടറിഞ്ഞു എന്ന് അച്ചമ്മ ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നീട് അച്ചമ്മ വർഷയും ശ്രുതിയും വിളിപ്പിക്കുന്നു. അച്ചമ്മ ഓരോ ജോലികള് വർഷയെ ഏൽപ്പിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് ജോലിയൊന്നും അറിയില്ല അച്ചമ്മേ, പക്ഷേ ഞാൻ രേവതി ചേച്ചി സഹകരിച്ചോളാം. സഹായിക്കാമെന്നെങ്കിലും പറഞ്ഞ വർഷയെ അച്ചമ്മയ്ക്ക് ഇഷ്ടമാവുന്നുണ്ട്. നീ സഹായിക്കാമെന്ന് പറഞ്ഞ ആ മനസ്സ് മതി മോളെ. അങ്ങനെ പറഞ്ഞ് അച്ചമ്മ വർഷയെ ഒഴിവാക്കി. ശ്രുതിയാണെങ്കിൽ അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഞാനിതൊന്നും ചെയ്യില്ല, രേവതിയല്ലേ ചെയ്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന്. രേവതിക്ക് വയ്യാതെ കിടക്കുകയല്ലേ എന്ന് അച്ചമ്മ പറഞ്ഞിട്ടും, ഓ, കാലിന് ചെറിയ പരിക്കല്ലേ അവൾക്കുള്ളൂ, 6 ആഴ്ച കിടക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് രേവതിയും സച്ചിയും പ്ലാൻ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെയാണ് ശ്രുതി തിരിച്ചു പറയുന്നത്. അച്ചമ്മയ്ക്ക് ഇത് കേട്ട് ആകെ ദേഷ്യമാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവര് പ്ലാൻ ചെയ്ത് കിടക്കട്ടെ, അടുക്കള ജോലിയെല്ലാം നീ ചെയ്യണമെന്ന് തന്നെ അച്ചമ്മ ശ്രുതിയോട് കൽപ്പിക്കുകയാണ്. ശ്രുതി എന്നിട്ടും വഴങ്ങിയില്ല. ഞാൻ ചെയ്യാനൊന്നും പോകുന്നില്ല, നേരമില്ല എന്നെല്ലാം പറഞ്ഞ് ഒഴിവാവാൻ നോക്കിയെങ്കിലും അച്ചമ്മ അന്ത്യശാസനം പോലെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കണം, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ നിൽക്കണ്ടെന്ന്. മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെ വേണമെങ്കിലും പോയിക്കോന്ന്. ശ്രുതി ഏതായാലും പിന്നീട് ശ്രുതിയുടെ അടുത്ത് എന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇവിടുത്തെ അടുക്കളപ്പണികളൊന്നും ചെയ്തില്ലെങ്കിൽ അച്ചമ്മ എന്നെ പറഞ്ഞയക്കും പോലും. എനിക്കാണെങ്കിൽ ഈ അടുക്കളപ്പണിയൊന്നും ചെയ്തിട്ട് ശീലമില്ല ശ്രുതി എന്ന് ശ്രുതി ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിലും അത് കേട്ട് സങ്കടമാവുന്നുണ്ട്. പക്ഷെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കും, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ, അച്ചമ്മ പോകുന്നവരെ ഒന്ന് ക്ഷമിക്കുക. അങ്ങനെ അച്ചമ്മയുടെ നിർബന്ധപ്രകാരം മുറ്റമടിച്ച് കോലം വരയ്ക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും ശ്രുതിക്ക് തന്നെ ചെയ്യേണ്ടി വരികയാണ്. പിന്നീട് രേവതിയുടെ പരിക്കിൽ സന്തോഷിച്ച ശ്രുതിക്ക് അത് സ്വന്തം കെണിയായി തന്നെ മാറിയെന്ന് പറയാം. ഏതായാലും അടുക്കളയിൽ പാത്രം കഴുകിയെല്ലാം തളർന്ന ശ്രുതി പിറുപിറുത്തുകൊണ്ട് പറയുകയാണ്, എന്തൊരു കഷ്ടമാണിത്, എനിക്കാണിപ്പോൾ പണി കിട്ടിയത്. ആന്റി ആണെങ്കിൽ കള്ളം പറഞ്ഞ് തീർത്ഥാടനത്തിനൊന്നും പറഞ്ഞു പോയി. വർഷ അവളുടെ വീട്ടിലേക്കും പോയി. ഇപ്പൊ ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരികയാണല്ലോ ദൈവമേ. രേവതി ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെയൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ജോലികൾ ചെയ്യുകയാണ് ശ്രുതി. അതേ സമയത്താണ് നമ്മുടെ രേവതി വീൽ ചെയറിൽ വരുന്നത്. ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ശ്രുതി ദേഷ്യത്തോടെ, ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. രേവതിക്ക് 1 മാസം കിടക്കേണ്ടി വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ശ്രുതിയുടെ വാക്കുകളിൽ നിന്ന് ശ്രുതിക്ക് ജോലി ചെയ്യാനൊക്കെ മടിയാണെന്ന് മനസ്സിലാക്കുന്ന രേവതിയാകട്ടെ തിരിച്ച് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്തിരുന്നപ്പോഴൊന്നും നിങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാം റെഡിയാക്കി വെക്കാറില്ലേ ഞാൻ എന്ന്.
ശ്രുതിക്ക് അതൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇനി നീ അതിന്റെ കണക്കൊന്നും പറയണ്ട രേവതി, അതിന്റെ കേടേ ഞാൻ ഈ ഒരു മാസം കൊണ്ട് തീർത്തോളാം. ശ്രുതി അങ്ങനെ രേവതിയോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് അച്ചമ്മ അങ്ങോട്ട് വരുന്നത്. അച്ചമ്മ രേവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, ശ്രുതി എന്തോ ദേഷ്യപ്പെട്ട് പറയുന്നത് കേട്ടല്ലോ, എന്താ? അപ്പൊ രേവതി പറയുന്നുണ്ട്, ഒന്നുമില്ല അച്ചമ്മേ, പാത്രം കഴുകുന്നതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് സംസാരിച്ചതാണ്. ഞാനും ഇതൊക്കെ ചെയ്തിരുന്നതല്ലേ എന്ന് ചോദിച്ചതായിരുന്നു ഞാൻ ശ്രുതിയോട്. അപ്പൊ അച്ചമ്മ ശ്രുതിയോട്, ശ്രുതി നീ എന്തിനാണ് രേവതിയെ വഴക്ക് പറയുന്നത്? രേവതിക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി അതെല്ലാം നീ ചെയ്യണം. നിന്റെ അമ്മായിയമ്മ ആ ചന്ദ്ര തീർത്ഥാടനം കഴിഞ്ഞൊന്ന് വരട്ടെ, അവൾക്ക് ഞാൻ 8ന്റെ പണി കൊടുക്കുന്നുണ്ട്, നീ കണ്ടോണം. ശ്രുതി അച്ചമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആന്റി വന്നാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അച്ചമ്മേ, അത് രേവതിയുടെ കാര്യം നോക്കാൻ ആന്റി വരില്ല, അതിന് അച്ചമ്മ തന്നെ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന്. അങ്ങനെ ഇരിക്കെയാണ് ചന്ദ്രപതി തീർത്ഥാടനം എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. വീട്ടിലേക്ക് പോകും വഴി ബാമയോട് ചന്ദ്ര പറഞ്ഞു, എന്റെ പൊന്നു ബാമേ, ഇനി വീട്ടിലേക്ക് പോകണമല്ലോ, അവിടെ രേവതിയുടെ കാലൊടിഞ്ഞ് അവള് കിടക്കുകയാണ്, 6 ആഴ്ചത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അവളെ നോക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചാണല്ലോ ഞാൻ തീർത്ഥാടനത്തിനും പോയത്. ബാമയാണെങ്കിലും അത് കേട്ട് പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ 2 ആഴ്ചത്തേക്ക് വീട്ടുജോലി ചെയ്യാതിരിക്കാനാണ് നീ തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞു വന്നതല്ലേ? എടി ദുഷ്ടേ, ഇതാണ് നിന്റെ മനസ്സിലിരിപ്പെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നു. അല്ല അതുപോട്ടെ, നീ മാറി നിന്നപ്പോ രേവതിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കിയിരുന്നത്? ഓ, അതൊക്കെ ആരെങ്കിലും ചെയ്യട്ടെ ബാമേ, ചിലപ്പോ ആ സച്ചി ചെയ്യുമായിരിക്കും. 2 ആഴ്ച മാറി നിൽക്കാലോ എന്ന് കരുതിയാണല്ലോ ഞാൻ വന്നത്, ഇത്രയെങ്കിലും ആശ്വാസം. ഏതായാലും ഉടനെ തന്നെ ബാമ ചന്ദ്രയോട് വേഗം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ഇത്രയും ദിവസം നീ വീട്ടിൽ നിന്ന് മാറി നിന്നതല്ലേ, രേവതിക്ക് 6 ആഴ്ചത്തെ കിടപ്പാണ് പറഞ്ഞിരിക്കുന്നത്, വീട്ടിലത്തെ അവസ്ഥ എന്തായി കാണുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നീ ചെല്ലാൻ തന്നെ നോക്കെന്ന് പറഞ്ഞ് ബാമ നിർബന്ധിക്കുകയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തന്നെ ചന്ദ്ര വീട്ടിലേക്ക് പോകും. വീടിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങിയ ചന്ദ്ര ആദ്യം തന്നെ അച്ചമ്മയാണ് കാണുന്നത്. ഓ, അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലേ, നന്നായി, കുറച്ച് ജോലിയൊക്കെ ഒതുങ്ങി കാണുമല്ലോ. അമ്മയ്ക്ക് പിന്നെ ആ രേവതിയോട് വലിയ സ്നേഹമാണല്ലോ, അതുകൊണ്ട് അവൾക്ക് ഇവിടെ ഒരു കുറവും വന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ നോക്കിയ ചന്ദ്രയെ നമ്മുടെ അച്ചമ്മ വന്ന് തടയുകയാണ്. ചന്ദ്രയെ, ഈ 2 ആഴ്ച നീ എവിടെ പോയതായിരുന്നു? അപ്പൊ ചന്ദ്ര മറുപടി കൊടുക്കുകയാണ്, അമ്മ അത് അറിഞ്ഞില്ലായിരുന്നു, ഞാനൊരു തീർത്ഥാടനത്തിന് പോയതായിരുന്നു അമ്മേ, ആ ബാമ വിളിച്ചപ്പോ ഒരു നല്ല അവസരം കളയണ്ടാന്ന് കരുതി അങ്ങ് പോയി. ഇത് കേട്ട ഉടനെ അച്ചമ്മ ദേഷ്യത്തോടെ തന്നെ പറയുന്നുണ്ട്, ഓ, രേവതി വീണ് കാലൊടിഞ്ഞ് കിടക്കുന്ന ഈ നല്ല അവസരം ഇനി കിട്ടില്ലല്ലോ നിനക്ക് തീർത്ഥാടനത്തിന് പോകാനല്ലേ? എല്ലാവർക്കും കഷ്ടകാലമാണെന്ന് രവി പറയുമ്പോഴും നിനക്ക് മാത്രം നല്ല കാലമാണല്ലോ, അതുകൊണ്ടല്ലേ ഈ സമയം നോക്കി പോയത്? ചന്ദ്രൻ ഞെട്ടലൊക്കെ അഭിനയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യോ അമ്മ എന്താ ഉദ്ദേശിച്ചത്? രേവതിയുടെ കാലൊടിഞ്ഞത് കൊണ്ടാണ് ഞാൻ പോയതെന്നോ? അതേടി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. രേവതിയുടെ കാര്യങ്ങൾ നോക്കാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ വയ്യാത്തത് കൊണ്ട് തന്നെയാ കഴിഞ്ഞ 2 ആഴ്ചക്കാലം നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ചന്ദ്രയ്ക്ക് ദേഷ്യമാകുന്നുണ്ട്. അമ്മ വന്നത് വഴക്കുണ്ടാക്കാനാണോ അതോ അവളെ നോക്കാനാണോ? അവളെ നോക്കാനാണെങ്കിലേ പോയി അവളുടെ അടുത്ത് ഇരുന്നുകൂടെ? അപ്പോഴാണ് രേവതി വീൽ ചെയറിൽ അവിടേക്ക് വന്നത്. ചന്ദ്ര പരിഹാസത്തോടെ രേവതിയെ കണ്ട് പറയുന്നുണ്ട്, ആ വീൽ ചെയറൊക്കെ ആയല്ലോ, ഇനിയിപ്പോ ഇതിലിരുന്ന് ഉരുണ്ട് നടന്നാൽ മതിയല്ലോ, ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. 2 ആഴ്ചയായില്ലേ, കാലിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും, ചെറുതായിട്ട് കാലൊക്കെ കുത്തി ചെറിയ ജോലികൾ ചെയ്യാൻ നോക്ക്, എന്തിനാ വെറുതെ ഇരിക്കുന്നത്? എന്നാൽ അച്ചമ്മ ചന്ദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചന്ദ്രേ, രേവതിയുടെ കാല് പൂർണ്ണമായിട്ടും സുഖമായിട്ടില്ല, ഡോക്ടർ 6 ആഴ്ചത്തെ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് കാലനങ്ങാതെ തന്നെ ഇരിക്കണം, അതുകൊണ്ട് ഒരു ചെറിയ ജോലികളും അവളിപ്പോൾ ചെയ്യുന്നില്ല. ഈ വീട്ടിലെ പണികൾ എന്തെങ്കിലും തീർക്കാനുണ്ടെങ്കിൽ നീ തന്നെ അത് ചെയ്യണം, രേവതി വന്ന് ചെയ്യുമെന്ന് മനക്കോട്ട കെട്ടണ്ട നീ. ചന്ദ്രമതി തിരിച്ചു പറയുന്നുണ്ട്, ഓ വേണ്ടേ, എന്റെ ജോലികൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം, മരുമക്കളുണ്ടെന്ന് കരുതി നോക്കിയിരിക്കാനേ എനിക്കാവില്ല. അപ്പോഴാണ് അച്ചമ്മ ചന്ദ്രയെ ആ കാര്യം അറിയിക്കുന്നത്, നിന്റെ മരുമകൾ ശ്രുതിയില്ലേ, 2 ആഴ്ചയായി ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, ശരിക്കു പറഞ്ഞാലേ ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതായല്ല, അവൾ അത്യാവശ്യം ജോലികളെല്ലാം പഠിച്ചു, അതുകൊണ്ട് നിനക്കിനി ബുദ്ധിമുട്ടേണ്ടി വരില്ല ചന്ദ്രേ, നിനക്ക് വയ്യാതെ വന്നാലും അവള് നിന്നെ നോക്കിക്കോളും. ചന്ദ്ര അത് കേൾക്കുന്നത് ആകെ അമ്പരന്ന് പോകുന്നുണ്ട്. ശ്രുതിമോൾ അടുക്കളയിൽ കയറിയോ? അമ്മേ, ശ്രുതിമോൾക്ക് അടുക്കളപ്പണിയൊന്നും പരിചയമില്ല, അവള് മലേഷ്യയിൽ വളർന്ന കുട്ടിയല്ലേ, അവളെ അടുക്കളയിൽ കയറ്റി അവൾക്ക് വല്ലതും സംഭവിച്ചാലോ, അതെങ്കിലും ഓർക്കണ്ടായിരുന്നോ? അച്ചമ്മ പറയുന്നുണ്ട്, അവൾക്ക് എന്ത് സംഭവിക്കാനടി, ഇത്രയും ദിവസമായി ഇവിടെ നിൽക്കുന്നില്ലേ, ഒന്നും സംഭവിച്ചില്ലല്ലോ, രേവതി ഓടി നടന്ന എല്ലാ ജോലിയും ചെയ്തതുകൊണ്ടല്ലേ നിങ്ങൾ ആരും അടുക്കളയിൽ കയറാതിരുന്നത്, ഇപ്പോൾ അവസ്ഥ അതല്ല. അല്ല, ഇനിയിപ്പോ ശ്രുതി അടുക്കളയിൽ കയറിയതിന് നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ലെന്നാണ് ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ച് ചന്ദ്ര പറയുന്നത്. ഏതായാലും താൻ ഇനി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചെന്നും നീ തിരിച്ചു വന്നല്ലോ, ഇനി ഇവിടുത്തെ കാര്യങ്ങളും രേവതിയുടെ കാര്യങ്ങളെല്ലാം നീ നോക്കണം, വൈരാഗ്യവും വാശിയും വെച്ചുകൊണ്ടിരിക്കരുത് എന്നിങ്ങനെ അറിയിക്കുന്നുണ്ട് അച്ചമ്മ ചന്ദ്രയെ. ചന്ദ്ര അപ്പ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പൊ പോകുന്നത്? അമ്മ വന്നത് അവളെ നോക്കാനല്ലേ, അവള് നടക്കാറാകുമ്പോ പോയാ മതി, എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവളുടെ കാര്യങ്ങൾ നോക്കാൻ, അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അവളുടെ കയ്യും കാലും തിരുമാനും പിടിച്ചു നടത്താനൊന്നും എന്നെ കിട്ടില്ല. ചന്ദ്രയുടെ വാക്കുകൾ കേട്ട അച്ചമ്മ, നീ അവളെ പിടിച്ചു നടത്തുകയൊന്നും വേണ്ട, നിനക്ക് സമയത്തിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാനെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതും എനിക്ക് പറ്റില്ലെന്നാണ് ചന്ദ്രയുടെ മറുപടി. ഭക്ഷണം എടുത്ത് അവളുടെ അടുത്ത് കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റില്ല,
നിങ്ങളെ സന്തോഷിപ്പിക്കാനും ആ ദരിദ്രവാസിയെ സുഖിപ്പിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇങ്ങനെയും പറഞ്ഞ് വീൽ ചെയറിലിരിക്കുന്ന രേവതിയെ അവജ്ഞയോടെ തന്നെ നോക്കുകയാണ് ചന്ദ്ര. അങ്ങനെ രേവതിയെ നോക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ചന്ദ്ര ഉറച്ചു നിന്നു. ഒരു ചെറിയ പരിക്ക് പറ്റിയെന്നും പറഞ്ഞ് അവളെ പരിചരിക്കാനൊന്നും തന്നെ കിട്ടില്ല. എന്നെക്കൊണ്ട് അവളുടെ കാല് പിടിപ്പിക്കാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടെന്നും ചന്ദ്ര അഹങ്കാരത്തോടെ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ അച്ചമ്മ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. രേവതിക്ക് വയ്യാതെ വന്നപ്പോൾ നാട് വിട്ടു പോയിട്ടും നീ ഇപ്പൊ വീണ്ടും നോക്കില്ലെന്ന് തന്നെ പറയുന്നു. നിനക്കൊക്കെ രാവും പകലും ഭക്ഷണം വെച്ച് തന്നവളല്ലേടി രേവതി. നിനക്ക് വയ്യാതെ വന്നപ്പോ നിന്നെ നോക്കിയതും എടുത്തു പിടിച്ച് നടത്തിയതും അവളല്ലേ. പണമില്ലാത്തതിന്റെ പേരിൽ നീ രേവതിയെ അപമാനിക്കുകയാണ്. ചന്ദ്രയെ അപ്പൊ തർക്കുത്തരം പറയുകയാണ് അച്ചമ്മയോട്. അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. എന്റെ കോടീശ്വരപുത്രികളായ മറ്റു മരുമക്കളെ പോലെ ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യതയൊന്നും ഇവൾക്കില്ല. എന്തായാലും ചന്ദ്രമതി ഇത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ നല്ലൊരു ഞെട്ടിക്കുന്ന മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. നീ രേവതിയെ നോക്കും. നിന്റെ മുഴുവൻ സ്വത്തുക്കളും സ്വർണവും സ്ഥലത്തിന്റെ ബാങ്ക് ബാലൻസും എല്ലാം ഞാൻ രേവതിക്കും സച്ചിക്കും എഴുതി കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ പിന്നെ അവളും നിന്റെ മരുമക്കളെ പോലെ ആകുമല്ലോ. അന്ന് നീ അവളെ നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും അച്ചമ്മയുടെ ഈ തീരുമാനത്തിനെ ചന്ദ്ര പിന്നീട് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രവിയേട്ടനോട് ചോദിക്കാതെ ഇതൊന്നും നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അച്ചമ്മ ഒന്നിനും വഴങ്ങിയില്ല. ഇതൊന്നും അവരുണ്ടാക്കിയ സ്വത്തല്ല, അതുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് കൊടുക്കും എന്ന് തന്നെ അച്ചമ്മ പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് അച്ചമ്മ സച്ചിയോടൊപ്പം സ്വന്തം വീട്ടിലേക്ക് പോയി പെട്ടിയിലിരുന്ന സ്വർണ്ണാഭരണങ്ങളും വീടിന്റെ പ്രമാണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വന്നു. എല്ലാവരെയും വിളിച്ചുകൂട്ടി അച്ചമ്മ പ്രഖ്യാപിച്ചു, ഞാൻ വെറുതെ പറഞ്ഞതല്ല. രേവതിക്ക് ഇനി മുതൽ നിന്റെ മറ്റു മരുമക്കളെ പോലെയുള്ള സ്ഥാനമാണ് ഇവിടെയുള്ളത്. എന്റെ സകല സ്വർണ്ണാഭരണങ്ങളും സ്വത്തുക്കളുടെ പ്രമാണങ്ങളും ഞാൻ ഇവൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഒരു കൂട്ടം സ്വർണ്ണാഭരണങ്ങൾ രേവതിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഇതൊക്കെ കണ്ട് ചന്ദ്രയും ശ്രുതിയും ഒക്കെ ആകെ ഞെട്ടിത്തെറിച്ച് അന്തം വിട്ട് നിൽക്കുകയാണ്. രവിയേട്ടനോട് ചോദിക്കാതെയാണോ ചെയ്യുന്നതെന്ന് ചന്ദ്ര വീണ്ടും ചോദിച്ചെങ്കിലും അച്ചമ്മ നല്ല കടുത്ത മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. എനിക്കിത് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഈ സ്വത്തുക്കൾ ഞാൻ രേവതിക്കും സച്ചിക്കും കൊടുക്കുമെന്ന് തന്നെ തീർത്തും പറയുകയാണ് അച്ചമ്മ. എല്ലാത്തിനും ഒടുവിൽ രേവതി കോടികളുടെ സ്വത്തിനുടമയാകുകയാണ്. ഇത് കണ്ട ചന്ദ്രയുടെ കണ്ണും തള്ളിപ്പോയി. ദൈവമേ, ഇത് മുഴുവൻ അവൾക്ക് കിട്ടിയല്ലോ. ഇപ്പൊ കോടികളുടെ സ്വത്തായല്ലോ രേവതിക്ക് എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രയ്ക്ക് അങ്ങോട്ട് മനസ്സമാധാനം മുഴുവൻ നഷ്ടപ്പെടുകയാണ്. പിന്നീട് രേവതി അങ്ങ് സ്നേഹിച്ച് കൊല്ലാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് നമ്മുടെ ചന്ദ്ര.